ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള കൃതി ഒരാട്ടക്കഥയാണ് ഉണ്ണായി വാര്യർ നളയരുത്. അതിനപ്പുറം വേറൊരു കൃതി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ സധൈര്യം പറയാം. കാരണം മലയാളത്തിലെ പ്രഗത്ഭരെന്ന് പറയുന്ന എല്ലാവരുടെയും കവിതകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെ സംസ്കൃതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ഇന്ത്യൻ ഭാഷകളിലുള്ള കാളിദാസനെയും വാൽമീകിയുടെയും വ്യാസൻ്റെയും മുമ്പിൽ ഇതെടുത്ത് വെച്ചിട്ട് ഇതിനെന്തുണ്ട് പ്രസക്തി എന്ന് ചോദിച്ചാൽ പലതും ഒന്നുമല്ല എന്ന് കാണാം. കാളിദാസൻ്റെ കൃതിയുടെ മുമ്പിൽ നമ്മുടെ ഇവിടുത്തെ വലിയ പ്രഗത്ഭമായ കൃതി എന്ന് പറഞ്ഞൊരു മലയാള കൃതി ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച് നോക്കുക, ഒരേ ഭാഷയിലാക്കി വെച്ച് നോക്ക്, ഒന്നുമല്ല എന്ന് പറയാം. പക്ഷേ അവിടെ മികച്ചു നിൽക്കുന്നത് കാളിദാസൻ്റെ ശാകുന്തളത്തിൻ്റെ ഒപ്പം എടുത്ത് വെക്കാവുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ഉണ്ണായി വാര്യർ നളയരുത് ആട്ടക്കഥ മാത്രമാണ്. അത്രമാത്രം സാഹിതീ ഭംഗിയും അത്രമാത്രം ഈ അലങ്കാരഭംഗിയും ചൊല്ലിക്കേൾക്കുന്നതിൻ്റെ സുഖവും മനോവ്യാപാരങ്ങളുടെ ഈ ഗതിവിഗതികളെ ഇത്ര സസൂക്ഷ്മം മനസ്സിലാക്കിയിട്ടുള്ള വേറൊരു കവി, അതും സംഭാഷണങ്ങൾ മാത്രമാണ്. ഒരുപക്ഷെ ഒരു ആട്ടക്കഥ മലയാളത്തിൽ എഴുതിപ്പോയി എന്നുള്ളതുകൊണ്ടാവാം, അല്ലെങ്കിൽ കാളിദാസൻ്റെയൊക്കെ തുല്യമായി നിൽക്കേണ്ടുന്ന ഒരു കവിയാണ് ഉണ്ണായി വാര്യർ.